ഇന്നും സ്ഥിരം ക്ലീഷ എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. സിനിമ കാണാൻ വേണ്ടി ഞാൻ രാവിലെ 11 മണിക്ക് കോട്ടയം ധന്യാരമ്യ തിയേറ്ററിലെത്തി. ഞാൻ മാത്രമേ പടം കാണാനുണ്ടായിരുന്നുള്ളൂ, ഷോ നടന്നില്ല. പിന്നെ 12 മണിക്ക് ഏറ്റുമാനൂർ UGM-ൽ ഈ പടം ഉണ്ടെന്ന് കേട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഷോ ക്യാൻസൽ ആണെന്ന് ചേച്ചി വന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം അവിടെ ഒക്കെ കറങ്ങി നിന്ന് ഒരു 2 മണിക്ക് ഞാൻ വീണ്ടും ധന്യ തിയേറ്ററിൽ വന്നു. അപ്പോൾ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അവരും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഒരു 3 പേരും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അവര് ഷോ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പടം കണ്ടു. ഷോ തുടങ്ങി ഒരു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 3-4 പേരും കൂടെ വന്നു കേട്ടോ. അപ്പൊ ഈ ഒരു 7-8 പേരെ വെച്ച് ഷോ നടത്തിയ കോട്ടയം ധന്യാരമ്യ തിയേറ്ററുകാർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ അങ്ങനെ പല കടമ്പകൾ താണ്ടി കണ്ട സിനിമയാണ് 28 years later ദ ബോൺ ടെമ്പിൾ. അലക്സ് ഗാർലാൻഡ് രചിച്ച് നിയ ഡെക്കോസ്റ്റ സംവിധാനം ചെയ്ത ഈ ഇംഗ്ലീഷ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഹൊറർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. 28 years laterലെ സംഭവങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചു തുടങ്ങുന്നത്. അതിലെ പയ്യൻ സ്പൈക്ക് ജിമ്മി എന്നൊരു സാത്താനിസ്റ്റ് കൾട്ടിന്റെ കൂട്ടത്തിൽ പെടുന്നതും അവരുടെ ചില ക്രൂരമായിട്ടുള്ള ആചാരങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യാൻ അവൻ ബുദ്ധിമുട്ടുന്നതും അതിനിടയ്ക്ക് ഡോക്ടർ റേ ഫൈൻസിന്റെ ആ ഒരു കഥാപാത്രത്തിന്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് ഈ പടത്തിൽ ഉള്ളത്. 28 days later ഫ്രാഞ്ചൈസിലെ 4ാമത്തെ പടമാണിത്. ഒരു സ്പിൻ ഓഫ് മൂവിയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും സത്യത്തിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ 28 years later സിനിമയുടെ ഇമ്മീഡിയറ്റ് സീക്വൽ ആണ് ഈ പടം എന്ന് പറയാം. ആ പടത്തിന്റെ ഒപ്പം തന്നെ ഷൂട്ട് ചെയ്ത സിനിമ കൂടിയാണ്. അപ്പോ അത് കണ്ടിട്ടേ നിങ്ങൾ ഇത് കാണാവുള്ളൂ. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ഗുഡ് തിയേറ്റർ വാച്ച്, ഒരു ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എന്ന് പറയാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല മേക്കിംഗ്, ചില ഫ്രഷ് ആയിട്ടുള്ള ഐഡിയാസും മൊമെന്റ്സും അതുപോലെ ചില നല്ല ഹൈ മൊമെന്റ്സ് ഉള്ള പടം കൂടിയാണ്. കിടിലൻ ക്യാമറ, ലൊക്കേഷൻ, പിന്നെ ബോറടിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു കഥ പറച്ചിൽ സ്റ്റൈലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഈ സ്ഥിരം സോംബി സിനിമകളുടെ ക്ലീഷേ പാറ്റേണുകളെ ഒന്ന് പൊളിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പറയാം. ഇതിൽ ഈ ആൽഫ എന്ന സോംബി വർഗത്തിൽപ്പെട്ടവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും മനുഷ്യത്വം ഉണ്ടോ എന്നുള്ള ഒരു ഡോക്ടറിന്റെ ഒരു അന്വേഷണം കൂടിയാണ് ഈ സിനിമ. സോ ഈ ഒരു സോംബിയുടെ ട്രസ്റ്റ് നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു അപ്രോച്ച് ഇതിനു മുമ്പ് ഒരു സോംബി സിനിമയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വന്നിട്ടുണ്ടെങ്കിൽ പറയുക. സോ ആക്ച്വലി ഇതൊരു വൈറസ് ബാധയാണ് എന്ന രീതിയിൽ പല സിനിമകളിലും പറയുമ്പോൾ പോലും ആ ഒരു വൈറസിന് ഒരു ചികിത്സയുണ്ടോ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ, അയാൾ അതിനു വേണ്ടി നടത്തുന്ന പരീക്ഷണം, അപ്പം അതല്പം പുതുമയായിട്ട് എനിക്ക് തോന്നി. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഇതിൽ സാംസൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനോട് നമുക്ക് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഈ ഡോക്ടർ റേ ഫൈൻസും അതുപോലെ ഈ സോംബി സാംസൺ ക്യാരക്ടറും. റാൽഫ് ഫൈൻസ് ആണ് ഇതിൽ ഡോക്ടർ റേ ആയിട്ട് വരുന്നത്. കിടിലം പെർഫോമൻസ് ആണ്. സാംസൺ എന്ന ആൽഫ ലീഡർ ആയിട്ട് വരുന്നത് ചി ലെവൈസ് പാരിയാണ്. പുള്ളിയും കൊള്ളാമായിരുന്നു. അതുപോലെ ഇതില് ലോർഡ് ജിമ്മി ക്രിസ്റ്റൽ ആയിട്ട് വരുന്നത് ജാക്കോ കോണലാണ്. പുള്ളിയും കിടുവായിരുന്നു. പുള്ളിയുടെ ലാസ്റ്റ് സീൻ ഭയങ്കര നൈസായിരുന്നു പറയാം. അപ്പോഴുള്ള ഒരു തലതിരിഞ്ഞ് ക്യാമറ ഉള്ള ഒരു ഷോട്ട് നൈസായിട്ട് തോന്നി. പിന്നെ സ്പൈക്കായിട്ട് വന്ന ബാലതാരം ആൽഫി വില്യംസ് ഇതിലും കൊള്ളാമായിരുന്നു. പക്ഷെ ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ആ ക്യാരക്ടറിനെ ഇതില് ചെയ്യാനില്ല എന്ന് തോന്നി. അത്രയും ഒരു ഭയങ്കര ഇഷ്ടമൊന്നും എനിക്ക് തോന്നിയില്ല. കെല്ലി അഥവാ ജിമ്മി ഇങ്ക് ആയിട്ട് വന്ന ഐറൻ കെല്ലിമാനും ഓർത്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പടത്തിൽ എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ മികച്ചതാണ്. ഒരു സർപ്രൈസ് ക്യാമിയോ കൂടി പടത്തിൽ വരുന്നുണ്ട്, അതും നൈസായിട്ടുണ്ടായിരുന്നു. ടെക്നിക്കൽ സൈഡിൽ സിനിമ ഒരു ടോപ്പ് നോച്ച് പടമാണെന്ന് പറയാം. ക്യാമറ, എഡിറ്റിംഗ്, പിന്നെ ഇതിന്റെ വിഷ്വൽ ഇഫക്ട്സ് ഒക്കെ മികച്ചതാണ്. അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര രസമാണ്. ശരിക്കും ഇവർ ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ നാഷണൽ പാർക്കിൽ ഈ ബോൺ ടെമ്പിൾ എന്ന് പറയുന്നത് മൊത്തമായിട്ടും സെറ്റ് ഇട്ടേക്കുന്നതാണ് എന്നാണ് ഞാൻ വായിച്ചത്. അതായത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ബോൺസും അതുപോലെ തലയോട്ടികളും ഒക്കെ വെച്ചിട്ട് വലിയൊരു ഹ്യൂജ് സെറ്റ് ഒരു കൺസ്ട്രക്ട് ചെയ്തതാണ്, അല്ലാതെ CGI ഉപയോഗിച്ചതല്ല. ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ വർക്ക് അതൊരു കിടു വർക്ക് തന്നെയാണ്. അതിനൊരു സ്പെഷ്യൽ അഭിനന്ദനം കൊടുക്കണം. പിന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈനും എടുത്തു തന്നെ പറയണം. ഒരുപാട് സമയത്ത് വളരെ നിശബ്ദതയാണുള്ളത്, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് ഒരു ഇഫക്റ്റ് വരും. ആ ഒരു സംഭവം വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. ഇടയ്ക്ക് ഡോക്ടർ റെട്രോ സോങ്സ് ഒക്കെ പ്ലേ ചെയ്തേക്കുന്നതും രസമുണ്ടായിരുന്നു. എനിക്കിതിലൊരു ഭാഗം വന്നപ്പോൾ ചെറിയൊരു ചിരി വന്നു. ഇവരെന്താ ഇന്ത്യൻ സിനിമകളെ കണ്ട് കോപ്പി അടിക്കുകയാണോ? ഈ കൊള്ള സംഗീതത്തിലൊക്കെ പോയിട്ട് വില്ലന്മാരുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ഐറ്റം ഡാൻസ് കളിക്കുന്ന ടൈപ്പ് ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഇതിന്റെ ഹിന്ദി റീമേക്കിന് നല്ല സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. അപ്പം അജയ് ദേവ്ഗൻ ഡോക്ടറായിട്ട് വന്നിട്ട് ലാസ്റ്റ് ഈ ബോൺ ടെമ്പിളിൽ പുള്ളിയും കമ്മനയും കൂടി ഒരു ഐറ്റം ഡാൻസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ പൊളിക്കാം. മൊത്തത്തിൽ ഒരു നല്ല വേർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു പടമാണ് ബോൺ ടെമ്പിൾ. പക്ഷെ ഇത് കാണുന്നതിന് മുമ്പ് ഈ ഫ്രാഞ്ചൈസിലെ മറ്റ് സിനിമകളും കാണുക. അറ്റ്ലീസ്റ്റ് ഇതിന്റെ തൊട്ട് മുമ്പുള്ള കഴിഞ്ഞ വർഷം ഇറങ്ങിയ 28 years later എന്ന സിനിമയെങ്കിലും കാണണം. അങ്ങനെ കണ്ടിട്ടും കാര്യമില്ല, എല്ലാം കണ്ടാലേ മൊത്തം കലങ്ങുകയുള്ളൂ. അപ്പോൾ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു പടമാണിത്. പടം ഇപ്പോൾ തിയേറ്ററിലാണുള്ളത്. 1 മണിക്കൂർ 50 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ പടം ഇതിന്റെ വയലൻസ്, ഹൊറർ സീനുകളൊക്കെ കൊണ്ട് 18+ ആണ്. ചില ദുർബല ഹൃദയർക്ക് ഇതിലെ ചില ടോർച്ചറിങ് സീനുകളൊക്കെ കണ്ടിരിക്കാൻ കുറച്ച് പാടായിരിക്കും, അത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.